പറകിയ പടയുടെ 18 മലവാടുണ്ട് ദൈവമേ വേണം മക്കളുടെ 28 നാൾ കല്യാണം പേര് വിളിയും കഴിഞ്ഞു കൂളിവാകപ്പെടുന്ന മക്കളെ കൊണ്ട് കൂളിക്കുന്നുമെന്ന കാട്ടകത്തോട് വഴിയാന വഴി പോരുന്ന അങ്ങനെ കൈലാസം ഇടകടന്ന് ഭൂമിലോകം കീഴറങ്ങി കൂളിക്കുന്ന് കാട്ടകത്തോടെ കൂളിവാകപ്പെണ്ണേ മക്കളെ കൊണ്ടണി വളർത്തുന്ന 3 മുടങ്ങിടക്കുന്ന 4 നീരും കുളിച്ചു 10 കുളമിറങ്ങി കുളിച്ച് 2:28 ഇടകടന്നു 3:30 ദിവസങ്ങളും ഇടകടന്നടിക്കാറാകുന്ന മാസങ്ങളൊക്കെ വന്നീരക്കുമ്പോൾ ഊണും കഴിഞ്ഞൊന്നാകുന്ന ഇളം വയസ്സുകാല പ്രായങ്ങളൊക്കെ ചെല്ലുമ്പോ ഓരടി പേർത്ത് വെച്ച് കളിക്കുന്നു 2 ഇളം വയസ്സിലോ ഈരടി പേർത്ത് വെച്ച് കളിക്കുന്ന 3 ഇളം വയസ്സിൽ മുൻപൊല്ലഴകും ചൊല്ലഴകും ഗർഭത്തിനൂടി അഴകേറ്റം വന്നു 4 ഇളം വയസ്സിൽ നടന്നൂടി കളിക്കുന്ന 2 ഇളം വയസ്സില് അച്ഛൻ്റെ കുടുമുദ്ര തിരുവടയാളങ്ങൾക്ക് അതിൽ കൗച കുണ്ടലങ്ങളും പേർത്ത മഞ്ഞു കാണുമ്പോ പ്രായകാലങ്ങളൊക്കെ ചെല്ലുമ്പോ ആടി ഓടിയാണ് വളരുന്നു കാട്ടിലേക്ക് കടന്നു കാട്ടിൽ കണ്ട കായികനികളും തോട്ടത്തിലെ പൂക്കുലകളും പൊളിച്ചു തുള്ളലും പാട്ടും കൂട്ടും കളിയുമായി നിൽക്കുന്നു 7 നീളം വയസ്സുകാല പ്രായങ്ങൾ ചെല്ലുമ്പോ നാട്ടിൽ കണ്ട കായികനികളും തോട്ടത്തിലെ പൂക്കുലകളും കെട്ടും തോറ്റും നശിച്ചു പോകുന്നു ഒരു നേരത്ത് അന്നേരത്ത് ഒന്നുണ്ണി വിഷമായ പൊന്നാരങ്കരിയും കുട്ടിമായ പ്രജാത്തന്മാരെ വിളിച്ചത് നമ്മളിങ്ങനെ കൊട്ടിയും തുള്ളിയും പാടിയും കളിച്ചും നടന്നാൽ പോലെ നമ്മൾക്ക് 7 ഇളം വയസ്സുകാലം പ്രായമായില്ല കൈലാസത്തൊന്നു പോകണം അച്ഛൻ്റെ കയ്യാലെ നല്ലൊരഞ്ഞാണം കെട്ടി പേര് വിളിച്ചു നമ്മളെ ഇത് നമ്മൾക്ക് വേണ്ടൊന്നും മൂട്ട പൂജമണിയില്ലെങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യാലെ ഒന്ന് കൽപ്പിച്ച് കിട്ടിയ മതിയായുള്ളേ നേരത്തെ മലയിൽ നിന്നും മഹാളിക്കൂട് ഇളകിയതുപോലെ ഒരു വരി 1000 പത്തും കുറവും 136 കുട്ടിയാത്തന്മാര് അവരായിരിക്കുന്ന കൂളിവാഴ പെണ്ണിനോടനിവിടെ യാത്രയും ഇല്ലവിടെ നിന്നും വഴി പോരുന്നു അങ്ങനെ കൂളിവാകയോട് യാത്രയൊന്നുമില്ലേ 10 കുറവും 136 കുട്ടിയാത്തന്മാര് കൈലാസം നോക്കി വഴിയാലെ വഴി ചെല്ലുന്നല്ലോ ശ്രീ കൈലാസത്തോട് ചെല്ലുന്ന നേരത്ത് കൈലാസനാഥൻ പരമേശ്വരൻ നല്ല ചെന്നു ഉറക്കമാണെന്നറിഞ്ഞു പോകുന്ന ഒരു നേരത്തെ പൊന്നുണ്ണി വിഷമായവരും കുട്ടിമായ പ്രനാഥന്മാരവര് കൈലാസത്തോടെ ചെല്ലുമ്പോ പൊന്നുണ്ണി വിഷമായവരും കുട്ടിമായ പ്രനാഥന്മാര് പറഞ്ഞു നമ്മൾ ഇവിടെ വന്നത് അച്ഛൻ ഒട്ടും പറഞ്ഞിട്ടില്ല ഇതിനെ കൊണ്ട് അച്ഛനെ നമ്മൾക്ക് വിളിക്കാതെ കൊണ്ട് വേഗം തന്നെ ഒന്നറിയിക്കണമെന്നതിനെ കേൾക്കുമ്പോ അവരായിരിക്കുന്നു കള്ളച്ചൂടകൾ വിളിക്കുന്നു കള്ളാഞ്ഞൊടികളെ ഞൊടിച്ചു പുള്ളിപ്പൂവൻ കോഴിച്ചാത്തന്മാരുടെ കൊക്കര എന്നിങ്ങനെ കോഴിയുടെ പുഷ്കലാകണ്ഠനാഥങ്ങൾ ഉണർത്തുന്നു ഒരു നേരത്ത് കൈലാസനാഥൻ പരമേശ്വരൻ നല്ലച്ഛനും അമ്മ പരമേശ്വരി മാതാവും പണ്ട് പല നാളും കേൾക്കാത്ത കള്ളച്ചൂളകളും കള്ളഞ്ഞൊടികളും പുള്ളിപ്പൂവൻ കോഴിച്ചാത്തന്മാരുടെ എന്നുള്ള വെള്ളുരുപ്പ് നാദങ്ങളൊക്കെ കേട്ടച്ഛൻ പരമേശ്വരൻ പാർവതി മാതാവ് പെട്ടെന്ന് എഴുന്നേറ്റ് കാണുന്നു അങ്ങനെ അമ്മ പരമേശ്വരി മാതാവ് അച്ഛൻ പരമേശ്വരനോട് പറഞ്ഞത് നമ്മളുടെ കൈലാസത്ത് പണ്ട് പല നാടൻ കേൾക്കാത്ത കള്ളച്ചൂള കേൾക്കുന്നുണ്ട് കള്ളഞ്ഞൊടികൾ കേൾക്കുന്നുണ്ട് പുള്ളിപ്പൂവൻ കോഴിച്ചാത്തന്മാരുടെ എന്നുള്ള വെള്ളുരുപ്പ് നാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് വല്ല കള്ളന്മാരെ കടന്ന എന്നും പറഞ്ഞ കൈലാസനാഥൻ പരമേശ്വരൻ നല്ലച്ഛനും അമ്മ പരമേശ്വരി മാതാവും പത്തേമാനമെന്ന കൈലാസത്തിന്റെ പോർപ്പടിയോടെ വന്ന് നോക്കുന്ന നേരത്ത് 336 കുട്ടിരാത്തന്മാർ ഇതുപോലെ വരിയായിട്ട് അങ്ങനെ കൈലാസത്തിരിക്കുന്നത് കണ്ട് അച്ഛൻ പരമേശ്വരൻ ചോദിച്ചു മക്കളെ നിങ്ങൾ എന്തോ
നല്ലൊരാപത്ത് വഴി മൂലം കൊണ്ട് ഇവിടെ വന്ന് കള്ളച്ചൂളകളും കള്ളചെടികളും പുള്ളിപ്പൂവൻ കോഴിച്ചാട്ടന്മാരുടെ കൊക്കരക്കോ എന്നുള്ള വെള്ളൊരുപ്പനാഥം ഉണർത്തിച്ച കാര്യം എന്തെന്ന് കേൾക്കട്ടെ. വേഗം തന്നെ പൊന്നുണ്ണി വിഷമായ കരിങ്കുട്ടിമായവർ നാത്തന്മാരും വിളിച്ചത് അച്ചാനങ്ങൾ കേടും മേടരാണ്ടന് ഇളം വയസ്സുകാലപ്രായമായല്ല ഞങ്ങൾക്ക് അച്ഛന്റെ കയ്യാറ് ഞങ്ങൾക്കറിഞ്ഞൂട്ട് പോലും മണിയില്ലങ്ങളൊക്കെ കൽപ്പിച്ചതായോ. കേട്ട അച്ഛൻ പരമേശ്വരൻ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഇന്ദ്രലോകത്തോ അസുരലോകത്തോ ദേവലോകത്തോ നിങ്ങൾക്ക് കൽപ്പിച്ചു വേണ്ടേ? അപ്പോ ഞങ്ങൾക്ക് ഭൂമി ലോകത്തേക്ക് കൽപ്പിക്കണം എന്നതിനെ കേട്ട് അച്ഛൻ പരമേശ്വരനായിരിക്കും ഓരോരോ ഉണ്ണി മക്കൾക്ക് ഓരോരോ മണിയില്ലങ്ങളൊക്കെ തോറ്റി കൊടുക്കുന്നു. കൊങ്ങുനാട് കുടുംബാറ് വയ്യപ്പള്ളി വന്തല്ലൂർക്കും മേൽപ്പുളിയില്ലത്തേക്കും മകിമ്പാതകത്തേക്കും കാട്ടുമാടത്തിലേക്കും മെളവള്ളിയിലേക്കും തീരക്കുഴിയിലേക്കും ഒക്കെ ഓരോരോ മക്കൾക്ക് ഓരോരോ മണിയില്ലങ്ങളൊക്കെ തോറ്റി കൊടുക്കുന്നു. അങ്ങനെ പൊന്നാരങ്കയും കുട്ടിമകന് വന്തല്ലൂരച്ഛൻ പട്ടേരി തമ്പുരാന്റെ മണിയില്ല പൊങ്കൽപ്പിച്ചു കൊടുക്കുന്നു. കയറി പോകുവാനായി പൊന്നാരങ്കയും കുട്ടിക്ക് വെള്ളരി ജപിച്ചെറിഞ്ഞ് വെള്ളക്കാണ കോമരത്തെ തോറ്റുന്നല്ലോ. സ്ത്രീവള്ളിക്കോരം ചാട്ടവാറും കൊടുത്തു. അന്നേരത്ത് പൊന്നാരങ്കയും കുട്ടിമകന് തീ കൊടുക്കുകയും കയ്യിലേന്തി അച്ഛന് പരമേശ്വരൻ നല്ല അച്ഛനോടൻ ഇവിടെ യാത്രകളൊക്കെ ചൊല്ലി അവരും വഴി പോകുന്ന നേരത്ത് പൊന്നുണ്ണി വിഷമായ സ്വാമി അച്ഛനോട് പറഞ്ഞച്ച പരമേശ്വര എന്റെ കൂടെ പിറന്നമായവർ ചേട്ടന്മാർക്കൊക്കെ മണിയില്ലം അച്ഛൻ കൽപ്പിച്ചില്ലേ, എനിക്കെന്താണ് മണിയില്ലം കൽപ്പിക്കാത്തത്? ഇതിനെ കേട്ടു അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു, മോനെ പൊന്നുണ്ണിയെ വിഷുമായ നീയായിരിക്കുന്നു പൊഞ്ചനെല്ലൂരച്ഛൻ പട്ടേരി തമ്പുരാന്റെ കാട്ടുമാടമെന്ന മണിയില്ലത്തോടെ പോകണം. 19,000 പറവിറ്റ് വിതയ്ക്കുന്ന പൊഞ്ചവെല്ലുകൾ കണ്ടങ്ങളൊക്കെ കട്ടവിണ്ട് കതിർവാടി ഉണങ്ങി കരിഞ്ഞു വിരിഞ്ഞു കിടപ്പുണ്ടടാ. നീ പോയി ദേവി തെളിയിച്ചു കൊടുത്താലോ നിനക്ക് കിട്ടിനാരായണപ്പിള്ള പെൺകിടാവിന്റെ വലം കയ്യാല വടക്കിനീ കോലായനില് 5 നടക്കലയിൽ ശക്തി പൂജ കിട്ടുവാനും കുറ്റമില്ല. നിനക്കായിരിക്കുന്നു കുന്നത്തൂളിയാളി കണ്ടാചാരുടെ കുടിമണ്ണത്തു ചെന്നാലോ കൂട്ടുകള്ള് കുടുക്കക്കള്ള് അല്ലിക്കള്ള് പാനിക്കള്ള് കൂട്ടിയ കള്ളുകളൊക്കെ കുടിച്ച് ലഹരി പകരി പമ്പിരി പരമാനന്ദം കൊള്ളാളുടെ മകനെ ഇതിനെ കേൾക്കുമ്പോ പറഞ്ഞച്ചാ ഇതെനിക്ക് ഇഷ്ടമായല്ലോ, നേർച്ചയായി ഞാനിന്ന് പോകണമെങ്കിൽ എനിക്കായിരിക്കുന്നു കൈകളിലേക്ക് ആയുധങ്ങളും വേണം. ആയുധം മാത്രമല്ല കയറിപ്പോകുവാൻ നേർവാഹനം തോറ്റിത്തന്ന മതിയായുള്ളേ. കേൾക്കുമ്പോ പറഞ്ഞു, മോനെ നിനക്ക് എന്താണ് കയറിപ്പോകുവാൻ? നേർവാഹനമായി വേണ്ടതാണ് വേണോ? സിംഹം വേണോ? മാനോ മയിലോ? അരയന്നമോ മാൻപേടയോ? ചന്ദ്രിക വേണ്ടത്? അപ്പോ പറഞ്ഞു, അച്ഛാ ഇതൊന്നും എനിക്ക് ചേർച്ചയല്ലച്ച, അഴകല്ല എനിക്ക് അച്ഛൻ തരികയാണെങ്കിൽ വട്ടക്കൊമ്പൻ ചോരക്കണ്ണൻ മുണ്ടൻ മുറിവാലങ്ങാലി കുറിയ ചമ്പങ്കണ്ണനാര്യന് ചെറുപോത്തിനെ അച്ഛൻ എനിക്ക് തോറ്റിത്തരികണം അച്ഛന് എന്നതിനെ കേട്ട അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു, മോനെ പൊന്നുണ്ണിയെ വിഷുമായ ചമ്പങ്കണ്ണനാര്യൻ ചെറുപോത്തുകളൊക്കെ മേച്ചിൽ പുറം കയറി പോയല്ലടാ. നിനക്കച്ഛനൊരു പോത്തിനെ പോത്തിനെ തോറ്റിത്തരിക ചെയ്യാമെന്നും പറഞ്ഞ് കാളിമാനെന്ന കരിങ്കല്ലെടുത്തു. അങ്ങേരത്തടച്ചത് ഭൂമി പുതർന്നാകാശം നിന്ന് നിരന്തരല്ലോ. വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഉരുക്കഴിച്ച് പ്രാണപ്രതിഷ്ഠ ജീവപ്രതിഷ്ഠ മന്ത്രത്താല് ചൊല്ലുന്ന പരമേശ്വരന് പ്രാണനെയും ജീവനെയും ജീവാത്മാവിനെയും കൊണ്ടുപോലും പുതുപോലൊളി കലർത്തി നാഗാമണി എന്ന കൊടിമുല്ലയ്ക്കൽ കൊണ്ടുചെന്ന് നെടുക്കനെ ഒരടി കൊടുക്കുന്ന നേരത്ത് അന്നേരത്ത് വട്ടക്കൊമ്പൻ ചോറക്കണ്ണൻ മുണ്ടൻ മുറിവാലൻ കാലിൽ കുറിയ ചെമ്പങ്ങണ്ണാര്യൻ ചെറുപോത്ത് ഉളുതിരിഞ്ഞു വിലവ് കാണുമ്പോ മകനെ പൊന്നുണ്ണിയെ വിഷുമായ അച്ഛൻ നിനക്ക് പോത്തിനെ തോറ്റിയിട്ടുണ്ടട, കൊണ്ടുപോകാമെങ്കിൽ നീ കൊണ്ടുപോയിക്കൊള്ളൂ എന്നതിനെ കേട്ടു. പൊന്നുണ്ണി വിഷുമായ അച്ഛൻ്റെ അരികിൽ നിന്ന് നടന്ന വഴി പോകുന്നല്ലോ.
ചെമ്മങ്ങണ്ണനാര്യൻ ചെറുപോത്തിന്റെ പുറത്തേക്ക് പോകുവാനായി അരികിലേക്ക് എടുത്തു ചെല്ലുമ്പോ ചെമ്പങ്ങണ്ണനാര്യൻ ചെറുപോത്തായിരിക്കുന്നു പോത്തിന്റെ അരികിലേക്ക് പൊന്നുണ്ണി വിഷുമായി ഇടഭാഗ ചെല്ലും ഇടം കൊമ്പ് കൊണ്ടുവെട്ടാൻ ചെന്നു വലത് ഭാഗ ചെല്ലുമ്പോ വലം കൊമ്പ് കൊണ്ടുവെട്ടാൻ ചെല്ലുന്നു നേരെ ചെല്ലുമ്പോ നെറ്റിക്ക് നേരിട്ട് വെട്ടാനും കുത്താനും കുലപ്പെടുത്താനും മരുപെടുക്കുമ്പോ പൊന്നുണ്ണി വിഷുമായ പോത്തിനോട് പറഞ്ഞ പോത്തെ നീ എന്തിനാണ് എന്നെ വെട്ടാനും കുത്താനും വരുന്നത് എന്റെ പരമേശ്വരൻ നിന്നെ എനിക്ക് കയറി പോകുവാനുള്ള ഏറോഹരമായി തോറ്റിയതല്ലടാ എന്നതിനെ കേട്ട് പോത്ത് പേടിച്ചു ഭയപ്പെട്ട് വാലിണക്കുന്നു കൊമ്പിണക്കി പൊന്നുണ്ണി വിഷുമായ സ്വാമിയുടെ കാക്കൽ വന്ന് ചെരമ്പ് വന്ന് കിടക്കുമ്പോ പോത്തിന്റെ പുറത്തേക്കോട് ചക്രം കിട്ടുന്നു പോത്തിന്റെ പുറത്തേക്ക് ചാടിക്കരവുണ്ട് പോത്തിനെ ചൊറിഞ്ഞു മാടി നക്കി പൊന്നുണ്ണി വിഷുമായ അച്ഛന്റെ തിരുമുമ്പാകെ എഴുന്നള്ളി വഴി ചെല്ലുന്നു അച്ഛന്റെ തിരുമുമ്പാകെ ചെന്നു തേരൊഴിഞ്ഞു നിലവ് നിന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് പോത്തിനെ തന്നത് എത്രയ്ക്കും മഴകായി ഇതമായി ചേർത്തയായ അച്ഛ ഇനി എനിക്ക് കയറി പോകുമ്പോ കൈകളിലേക്ക് ആയുധങ്ങളും കൂടി തോറ്റിത്തന്ന മതിയായുള്ളേ പള്ളിവാള് വേണോ ചൂരൽ വേണോ ചിലമ്പ് വേണോ ഇതിനെ കേൾക്കുമ്പോ പറഞ്ഞ അച്ഛ ഇതൊന്നും എനിക്കടകല്ല എനിക്കായിരിക്കും നിരുകയിലേക്കും അറിയാൻ വടി മുച്ചാൻ വടി ആനിര കുറുവടികൾ എനിക്കടകാണ് അച്ഛ പരമേശ്വര ഇതിനെ കേട്ടമ്മ പരമേശ്വരി മാതാവിന്റെ വലതു കയ്യാല് ഇരുകൈകളിലേക്കും അറിയാൻ വടി മുച്ചാൻ വടി ചിലമ്പിട്ട കാഞ്ഞിര കുറുവടികളാലെ തോറ്റി കൊടുത്തു പൊന്നുണ്ണി വിഷുമാലേക്ക് ശംഖചക്രം നിലവത്താല് തോറ്റി കൊടുക്കുന്നു ചുക്കിരിയാല് തോറ്റി കൊടുക്കുമ്പോ അച്ഛൻ പരമേശ്വരനും അമ്മ പാർവതിയും ചോദിച്ചു മകനെ നീ ഇന്ന് പോയാൽ എന്നാണുടാ കൈലാസത്തേക്ക് വഴി വരിക അപ്പോ പറഞ്ഞു ഞാൻ ഇന്ന് ചെന്നാലോ പുഞ്ചവൈരിപ്പാടം ഇന്ന് തന്നെ തേക്കും തെളിയും കഴിഞ്ഞാലോ അടുത്ത പിറ്റേ നാളെ ഞാൻ വന്നിരിക്കേണ്ട ആയുധമല്ല ഇതിന്റെ പിറ്റേ നാളെ ദേവി തെളിഞ്ഞുള്ളൂ എന്ന് വന്നാല് ആയതിന്റെ പിറ്റേ നാളെ ഞാൻ വന്നിരിക്കണ്ട് ആയതല്ല പുഞ്ചവൈലിപ്പാടം തേക്കും തെളിയും കഴിഞ്ഞ് പട്ടേയില്ലത്തന്റെ ഉണർന്നു വന്നാലോ കൈലാസത്തന്റെ ഉറക്കമായിരിക്കും എങ്കിലോ ഞാൻ പോട്ടെ വരട്ടെ എന്നിവിടെ യാത്രകൾ ചൊല്ലുമ്പോ പൊന്നുണ്ണി വിഷുമായോട് അച്ഛൻ പരമേശ്വരനും പാർവതി മാതാവും മരുളി ചെയ്ത മകനെ നീയായിരിക്കുന്ന പുഞ്ചവൈലിപ്പാടങ്ങളൊക്കെ തേക്കും തെളിയും കഴിഞ്ഞ് വലിയ വേലക്കൂലികളും കൈവഴങ്ങി മതപൂജയും കഴിഞ്ഞ് നീയായിരിക്കുന്നല്ല ഭൂമി ലോകത്തുള്ള കഷ്ടം കലിയുഗത്തിൽ നീ ചെന്നു എന്ന് വന്നാലോ നീയായിരിക്കുന്നവർക്ക് ദൈവമായി അറിയിരിക്കണം അവര് തരുന്ന പൂജകളും കർമ്മങ്ങളും കൈകൊണ്ട് പാരാതെ പരിപാലിച്ച് സുഖിച്ച് വാഴണം പൊന്നുണ്ണി വിഷുമായേ എന്നങ്ങനെ വാടിച്ച് വരം കൊടുക്കുമ്പോ പൊന്നുണ്ണി വിഷുമായ ഭാഗ്യായിരിക്കുന്ന അച്ഛനോടമ്മയോടനുകൂടെ യാത്രകളൊക്കെ ചൊല്ലി കൈലാസത്ത് നിന്ന് ഭൂമിയോഗത്ത് പഞ്ചനെല്ലൂരത്തിൽ മട്ടേരി തമ്പുരാന്റെ മണിയില്ലം നോക്കി പൊന്നുണ്ണി വിഷുമായ എഴുന്നള്ളത്ത് പുറപ്പെടുന്നപ്പോ